ഒരു ചായ ചോദിച്ചിട്ട് ഇത് എത്ര നേരമായെന്ന് പറ. എടി സുമേ, എടി സുമേ, ചേട്ടാ ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഞാൻ ഇതൊക്കെ എനിക്ക് എന്റെ എത്ര നേരമായി നിങ്ങളോട് ചായ ചോദിച്ചിട്ട്? എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം കാര്യങ്ങളാ. ഇങ്ങോട്ട് പറയല്ലേ, സത്യം പറയും. നീ അടുക്കള ചായ ഉണ്ടാക്കുവായിരുന്ന അതാ തൊട്ടപ്പുറത്തെ മാട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്ന? സത്യം പറയും, സത്യം പറയും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? എന്നെ സംശയിക്കാതെ നിന്നെ ഉണ്ടല്ലോ ചായ കുടിക്കാൻ എന്റെ കൈ പറയാ ഉറയ്ക്കോ? അറിയോ, എനിക്കത് നിന്നെ എനിക്ക് സംശയമാ. കാരണം ഈ വീട്ടിലൊരു പൂവൻ കോഴി നിന്റെ പുറകെ നടന്നവരെ എനിക്ക് സംശയിക്കുന്നവനാ ഞാൻ. എനിക്കിഷ്ടമല്ല. മനുഷ്യനാണെന്നറിയോ? പിന്നല്ലോ, നിങ്ങൾ പണിക്ക് വന്ന് നോക്കേ. ഞാൻ പണിക്ക് പോവാ കേട്ടോ, ഞാൻ പണിക്ക് പോവാ. പണിക്ക് പോവാ ഞാൻ. അയ്യോ, എനിക്ക് ചെവി കേൾക്കാന്ന് പോവാൻ നോക്ക്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഞാൻ പണിക്ക് പോവാ. ഇച്ചിരി താമസിച്ചേ വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഇത് ആരൊക്കെ ഏൽപ്പിക്കുന്ന? നാട്ടുകാർ കേട്ട് എന്നെ പറ്റി എന്ത് വിചാരിക്കും? നാട്ടുകാർ കേൾക്കണമടി. ഞാൻ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തെ ഇതിനകത്തോട്ട് കയറാൻ പല അവന്മാർ ഇവിടെ പറ്റിച്ചുറ്റിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവന്മാർ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഇതിപ്പോ അവന്മാർ വിചാരിക്കും ഞാൻ താമസിച്ചേ വരത്തുള്ളൂ. അത് ആ ധൈര്യത്തിൽ ഇവിടെ കയറി ഞാൻ നേരത്തെ അവരും കയ്യോടെ പിടിക്കുന്നുണ്ടേ. നോക്കിക്കോ നിന്നെ. നിങ്ങളുടെ മുടിഞ്ഞ സംശയം കാരണം എന്റെ ഒരു ഫ്രണ്ട് പോലെ ഈ വീട്ടിലേക്ക് വരുന്നില്ല, അതറിയോ? ഇതെങ്ങനെ ഞാൻ സംശയിക്കാതിരിക്കും? ഇന്നാളൊരു ദിവസം ഇവിടെ ഒരു ഫ്രണ്ട് വീട്ടിൽ കയറി വന്ന് എന്നെ കണ്ടതും എവിടെ ഫ്രണ്ട് ബാക്ക് വഴി ഇറങ്ങി ഒറ്റ ഓട്ടം. ഫ്രണ്ടാണ് ഫ്രണ്ടിൽ കൂടെ അല്ലേ പോകേണ്ടത്, എന്തിന് ബാക്കിൽ കൂടെ പോയി? അതാണ് എനിക്ക് വിഷയം. എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? നിങ്ങൾക്കറിയോ, കല്യാണത്തിന് മുമ്പും അതിനുശേഷം ഒരാളുടെ പുറകെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ ചുമ്മാതെ. ഇനിയിപ്പോ എത്ര വലിയ ഹർത്താലാണേലും പെട്ടിക്കടയുടെ മറവിൽ കൂടെ ചെറിയ കച്ചവടമൊക്കെ നടക്കും. ഞാൻ പണിക്ക് പോണു. നീ ആ ഗേറ്റിന്റെ താഴും താക്കോലും ഇങ്ങോട്ട്. ഇതിന്റെ എന്തിനാ താഴും താക്കോലും? ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് കൊള്ളാം. അല്ലെ വല്ലൊരു മനെ വന്ന് കയറിയാൻ തോന്നി. അങ്ങനെ പൂട്ടിയായിട്ട് പോയാൽ നിങ്ങൾ ഇല്ലാത്ത നേരത്തെ ആർക്കെങ്കിലും വരണ്ടേ? അതാണ് എനിക്ക് ഇനി അറിയേണ്ടത്. ഞാൻ പുറത്ത് പോകുമ്പോ ആരാണ് ഇവിടെ വന്ന് കയറുന്നെന്നുള്ളത് മാത്രം എനിക്ക് ഇനി പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞാൽ മതി. എന്തിനാ സംശയിക്കുന്നേ? നീ പോയാ, നീ അകത്ത് കയറി പോയേ, നീ അകത്തോട്ട് കയറി പോ കേട്ടാ. ഞാൻ പണിക്ക് പോവാ. എന്റെ പറയാൻ എന്തിനാ? ഞാൻ പണിക്ക് പോകാനായിട്ട് പോവാ. ഈ വഴിയാണ് പണിക്ക് പോണത്? ഞാൻ ചിലപ്പോ ബാക്കി കൂടെ പണിക്ക് പോകും. ഇടാ, എനിക്ക് എന്റെ വീട്ടിൽ കൂടെ ബാക്കി കൂടെ ഇറങ്ങി പോക്കൂടെ? ലോകത്തുള്ള താലവന്മാർക്ക് എന്റെ വീടിന്റെ ബാക്കി കൂടെ ഇറങ്ങി പോവാ. എനിക്ക് ബാക്കി കൂടെ ഇറങ്ങി പോക്കൂടാ. നീ പോ, നീ അകത്ത് പോയിട്ടാ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ പോയിക്കോളാം. ഞാൻ പോയ പ്രശ്നം തീർന്നല്ലോ. അകത്ത് പോയിട്ടൊന്ന് കൂവണം, എന്നാലേ ഞാൻ പോകുന്നു. ആരുമില്ല. വിളിക്കാൻ പറ്റൊരു നല്ല സ്ഥലം കണ്ട അവിടെ കയറി വിളിക്കാം. ഞാനാരാന്ന് ചോദിക്കാൻ താനാരാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാനാരാന്നോ? കുട്ടീനെ വീടാണോ? ഭർത്താവിന്റെ പേരെന്താ? ദീപ്തി കുമാർ. ആ ദീപ്തി കുമാറിന്റെ ഒരേ ഒരു ഫ്രണ്ടാണ് ഞാൻ, ചന്ദ്രൻ. ചന്ദ്രനോ? ഇങ്ങനെ ഒരു കൂട്ടുകാരനുള്ള ആരും എനിക്കറിയില്ലല്ലോ. ദീപ്തി കുമാറിന്റെ എത്രയൊക്കെ കൂട്ടുകാരന്മാർ അറിയാം? എല്ലാ കൂട്ടുകാരും അറിയില്ലെങ്കിൽ രണ്ടുനേരൊക്കെ എനിക്കറിയാം. താൻ അറിയാത്ത ഒരു കൂട്ടുകാരനാണ് ഞാൻ, ചന്ദ്രൻ. അല്ല, ചന്ദ്രൻ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെ, ഞാൻ ഈ ടൗൺ വരെ വന്നാണ്. അപ്പൊ അവിടെ പോലീസിന്റെ ചെക്കിങ്. ഞാനാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പോലീസ് ലാത്തി വെച്ചോടെ ഒറ്റ ഇറങ്ങും. അപ്പൊ തനിക്ക് കിട്ടണം. താൻ ഹെൽമെറ്റ് വെക്കാഞ്ഞിട്ടല്ലേ? ലാത്തി കൊണ്ടുള്ള എനിക്ക് കിട്ടിയില്ല. ഞാൻ ആ ലാത്തി എടുത്തിട്ട് പോലീസുകാരന്റെ കണ്ണിട്ട് എറിഞ്ഞ് പോലീസുകാരൻ പുറകെ വരണ്ട് എനിക്ക് വിളിക്കാൻ ഒരു സ്ഥലം വേണം. അതിനാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വിളിക്കാനൊന്നും പറ്റൊന്നുമില്ല. ഭാഗ്യം. അല്ല, ഇത്ര ദീപ്തി കുമാറിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ താങ്കൾ ഒരു ഭാഗ്യവതിയാണെന്ന് ഞാൻ പറഞ്ഞാണ്. അത് എനിക്ക് വിളിക്കണം. ഇവിടെ വിളിക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കൂല അതിന്. അയ്യോ, എനിക്ക് പോലീസ് പറഞ്ഞത്. ഇതെല്ലാം വയ്യാവേലികൾ ഇങ്ങോട്ട് കയറി വന്നെ എന്തിനാ ദൈവമേ? എന്താ? അതെ, ഒരുത്തൻ ഇങ്ങോട്ട് ഓടിക്കറിയായിരുന്നാ? അത് തന്നെ. അതെ, മറ്റേ മാലങ്കര കോളേജില് പ്രീ ഡിഗ്രിക്ക് പഠിച്ച സുമാ പ്രഭാകരൻ. എന്റെ ദൈവമേ, അല്ല, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എനിക്ക് മീശയൊക്കെ ആയിട്ടായിരുന്നു. ആ മീശയുള്ള മുഖം നോക്കിക്കേ. ഇപ്പോഴും മീശയില്ലല്ലേ? മീശയില്ലേ? അതല്ല, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇടി മനോജാണ്, ഉണ്ടംപൊരി മനോജ്. ഉണ്ടംപൊരി മനോജ്. എന്റെ പൊന്നെ, ഐശ്വര്യ റായിനെ പോലെ അല്ല നീ. നിന്നെ എത്ര നാളായടാ കണ്ടിട്ട്?
5 കൊല്ലം പ്രേമിച്ച ഒരാളെ നിനക്ക് കണ്ടിട്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടാണ് കേട്ടാ. പിന്നെ നീ കല്യാണം കഴിച്ചാ? എന്റെ കല്യാണം കഴിഞ്ഞ്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യക്ക് ടൂറ് പോകണം എന്ന് പറഞ്ഞ ഒരേ നിർബന്ധം. എനിക്കാണെങ്കിൽ ലീവും ഇല്ല, ഒരേ ഡ്യൂട്ടിയാണേ, പോലീസായി പോയില്ലേ. അങ്ങനെ ഞാൻ ഡ്രൈവറുടെ കൂട്ടത്തിൽ 3-6 ടൂർ വിട്ടു. ഇപ്പൊ 3 വർഷമായി പോയിട്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പടം കണ്ട് അവളും അവനും 2 പിള്ളേരും കൂടി നിൽക്കണം, സുഖമായിട്ട് കഴിയുന്നു, വേക്കൻസി ഉണ്ട്, കൂടുന്നോ? അല്ല, പണ്ട് നീ എനിക്ക് ലവ് ലെറ്റർ തന്നപ്പോളേ അതിൽ മുത്തുഗവ് വേണമെന്ന് പറഞ്ഞ് എഴുതിയില്ല. എന്റെ അമ്മയാണ്, എനിക്ക് മനസ്സിലായില്ല അന്ന് എന്താണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ തേന്മാങ്കുപ്പത്ത് സിനിമ കണ്ടപ്പോഴാണ് നഷ്ടപ്പെട്ടത് ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ച്. ഉമ്മയല്ലേ ചോദിച്ചത്, ഇപ്പൊ തരട്ടെ. എന്താണ്? അല്ല, നിന്റെ ഭർത്താവിടെ? ഓ, ഒരു കൂലിപ്പണിക്കാരൻ. എന്തായാലും പണിയുണ്ടല്ലേ അയാൾക്ക്. നീ എന്തറിഞ്ഞിട്ടാണ് കെട്ടിക്കൊണ്ടുവന്ന് അന്ന് മുതൽ തുടങ്ങിയത്? അയാൾക്ക് എന്നെ സംശയം. നിന്നെ എങ്ങനെ സംശയിക്കാതിരിക്കും? കോളേജ് വെച്ച് 16 ലൈനിലായിരുന്നു നിനക്ക്. നീ ഒന്ന് പോയേ, നീ അത് പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്റെ പ്രേമം കറക്റ്റ് ആയിരുന്നു കേട്ടോ. നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ കോളേജ് കഴിഞ്ഞിട്ട് നിന്നെ കണ്ടില്ല. ആർട്സ് ക്ലബിൽ ഞാനൊന്നൊരു പാട്ട് പാടി ലാസ്റ്റ് ഡേക്ക്. ആ പാട്ട് ഓർമ്മ വേണ്ട? എങ്ങനെ മറക്കാനാണ്? ആ പാട്ട് നീ പാടിയതിനു ശേഷമല്ലേ നമ്മള് പിരിഞ്ഞത്? അതല്ല, അത് ഹിസ്സേൻ സബ്ദുള്ളയുടെ പാട്ടാണ്. ഓർമ്മയുണ്ടോ നിനക്ക്? ഞാൻ പാടി പഠിച്ച്. പിന്നെ ഹിറ്റ് പാട്ടാണ് യേശുദാസ് പാടിയത്. ഞാൻ 2 മൂള. ഹമ്മിങ് വേണ്ടല്ലോ. ഓക്കെ, കേട്ടോളൂ. പ്രഥമമണം പ്രഥഗമനം പ്രടജമനം പ്രഥഗടജം പ്രമടനദം പാടം. ഇത് ഇതുവരെ പഠിച്ചില്ലത് എന്താ വരി? എനിക്ക് പ്രജട അത് കിട്ടാനുള്ള സാധനം. നിന്റെ കൂട്ടുകാരി ദീപ്തി വരട്ടെ, എന്നെ പരിചയപ്പെടുത്തരുത്. നിന്റെ കൂടെ പഠിച്ച പോലീസല്ലേ? പിന്നെ എന്റെ കെട്ടിയോന്റെ പേരാ ദീപ്തി. പെണ്ണിന്റെ പേരാണ് നിന്റെ ഭർത്താവിന്? ദീപ്തിയാ? ദീപ്തി കുമാർ. അവരുടെ നിന്റെ കൂട്ടുകാരാണ് കോളേജ് പഠിച്ചാണെന്ന് പറയാൻ എന്താ കുഴപ്പം? ചേട്ടന്റെ സ്വഭാവം. നീ ഒന്ന് പോയേ. എന്താണ്? ഒരു കാര്യം ചെയ്യ്, നീ അകത്തോട്ട് കയറി ഒന്ന് വിളിക്കും. ഞാൻ എന്തിനാ വിളിക്കാൻ? ഞാൻ കള്ളനെ പിടിക്കാൻ വന്നല്ലേ? അയാള് പണിക്ക് പോയതാണ്, ഞാൻ എങ്ങനെയെങ്കിലും അയാൾ പറഞ്ഞു വിട്ടോളാം. ഓ, എന്റെ കൂടെ സംസാരിക്കാനായിട്ടാണല്ലേ കൊച്ചു കള്ളി. നീ ഒന്ന് വിളിച്ചേ. അപ്പൊ അവനെ പെട്ടെന്ന് പറഞ്ഞുകൂടി ഞാൻ അകത്ത് കാണും. ഓക്കെ. പ്രചടമനം വീണ്ടും. നീ ഇവിടെ ഇരിക്കണം. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഭർത്താവ് വരും. അടങ്ങും. പെട്ടല്ല. ഹായ്. എന്താടി എന്തുവാടി ഒരു പരിങ്ങലും കാര്യങ്ങളും? ചായ എടുക്കട്ടെ? അത് കൊള്ളാല്ല. കാപ്പി രാവിലെ പോയിട്ട് 5 മണിക്കൂർ കഴിയുമ്പോ ചായ വേണത്. ഇപ്പൊ വന്ന് കയറി പറഞ്ഞാ ചോദിക്കുന്നു. എന്താ പ്രശ്നം? എന്തുവാ? ഇവിടെ ഒരു പ്രശ്നമില്ല. സത്യം പറയടി, ഇവിടെ ആരുടെയും ഞാൻ പോയപ്പോ വന്ന് കയറിയത്? സത്യം പറഞ്ഞോ. ആർക്കിന്റെ നിന്റെ പരിഗണന കണ്ടിട്ട് എനിക്ക് ഇവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്തോ പ്രശ്നം. ഉറപ്പാണോ? എന്നാ പോയി ചോറെടുത്ത് നോക്ക്. ചോറെടുത്ത് പോയി. ഞാൻ ചോറെടുക്കാം. ചേട്ടൻ ഇവിടെ ഇരിക്കും. അതിന് ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരുന്ന് ചോറിനാ? ഇവിടെ നല്ല ഞാൻ സ്ഥിരം അപ്പുറത്തിരുന്നല്ലേ ചോറിനത്. ഞാൻ അവിടെ നിന്ന് ചോറുണ്ടോ? അല്ല, കറണ്ട് ഇല്ല. ഇവിടെ ഇരുന്നാ. അത് കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. കറണ്ട് അല്ലല്ലേ ഞാനല്ലേ നിന്ന്. വേണ്ട, ഞാൻ വാരിത്തരും. ഇതെന്നാ നീ പോയോ? ചുമ്മാ ആവശ്യമില്ല. ഇവിടെ ഇരിക്കേ. എന്തിന് ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ചോറെടുക്കാം. ചെല്ലു ചെല്ലു, ചോറുന്നുണ്ട് വാ. ഇവിടെ ഇരിക്കണേ. ഇരിക്കാവേ. ആരാ അത്? നീ ഇതിരിപ്പ് ചോറോളം പറഞ്ഞു വിടാൻ നോക്ക്. ഒരു കാര്യം ചെയ്യും, ഞാൻ മാറ്റിട്ട് വരാം. ഓടിച്ചു വിട്. സേഫായിട്ട് ഇവിടെ ഉണ്ടാവും. ഒരു കാര്യം ഞാൻ ഷർട്ട് അങ്ങ് ഊരിട്ടാ വരാം. എനിക്ക് ഷർട്ട് ഊരണ്ട. ഇതെന്ത് അല്ല, ഷർട്ട് ഞാനൊരു തരാം. വേണ്ട, ഇന്നലെ ഇതൊന്ന് ഊരിത്താന്ന് പറഞ്ഞ അവിടെ കൊണ്ട് ഇടാൻ പറഞ്ഞപ്പോ ഇയാൾ എന്താ പറഞ്ഞു? എന്റെ അച്ഛനെ വിളിച്ചോണ്ട് ഊരിക്കാരെ. അപ്പൊ ഇയാൾ ഊരണ്ട, ഞാൻ കൊണ്ട് ഊരി. അത് ഞാൻ സത്യം പറയട്ടെ. എന്ത് ഷർട്ട്? ഈ ഷർട്ട് മുഷിഞ്ഞതാണ്, ഇത് ഞാൻ അലക്കും. കുഴപ്പമില്ല, ഇച്ചിരി മുഷിഞ്ഞതാണ് എനിക്ക് ഇഷ്ടം. ഇത് നീ അലക്കണ്ട, ഞാൻ കേട്ടാ. എടി നീന്റെ ആവശ്യമില്ലാത്ത ഓർത്താൻ വേണ്ടി എനിക്ക് ഞാനൊരു സത്യം പറയട്ടെ. പറ. ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ സത്യം പറ. അതിനാണ് ഞാൻ കിടന്ന് കളിഞ്ഞ. പറ. അതെ, ചേട്ടൻ സമാധാനത്തിൽ കേൾക്കണം. ചേട്ടൻ പണിക്ക് പോയില്ലേ? അപ്പൊ ഒരു കള്ളൻ വന്നു. ആ കള്ളനെ പിടിക്കാൻ വേണ്ടി ഒരു പോലീസ് വന്നു. ആ പോലീസിന് ചേട്ടൻ സംശയമാണല്ലോ. അപ്പൊ അത് ആ ചേട്ടനെ കണ്ട വെപ്രാളത്തില് ഞാൻ അയാളോട് ഇവിടെ വിളിക്കാൻ പറഞ്ഞു. ഇത്രേ ഉള്ള കാര്യം. ഇതാണ് പറയാ, നീയാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ സംശയക്കാരനാക്കുന്നത്. അപ്പൊ കുഴപ്പമില്ലേ? ഇത് നിന്റെ കൂട്ടുകാരും മറ്റുള്ളവന്മാരെ ആവശ്യമില്ലാതെ വന്ന് കയറുമ്പോഴാണ് എനിക്ക് സംശയം. അല്ലാതെ കേസ് അന്വേഷിക്കാൻ പോലീസുകാരൻ വന്നതിന് ഞാൻ എന്തിനു സംശയിക്കുന്നത്? ഇതൊക്കെയാണ് ഞാൻ അത്ര മനുഷ്യത്തില്ലാത്തവനാണ് ഞാൻ. മറ്റുള്ളവന്മാർ വന്നാൽ എനിക്ക് സംശയം, പോലീസുകാരൻ വന്നതിന് ഞാൻ എന്തിനാണ് സംശയിക്കുന്നത്? വിളിക്ക് സാറിനെ വിളി. അല്ല പിന്നെ അത് ഏറ്റവും ഒളിപ്പിച്ച്. ഇതൊക്കെയാണ് എന്റെ സുമയ എനിക്ക് ദേഷ്യം വരുന്നത്. നീ സാറിനെ വിളി കേട്ടാ, ആവശ്യമില്ലാത്ത ഓരോ കാര്യം. സാറിങ്ങ് പോര്.
ഞാൻ എന്തിനു സംശയിക്കണം? കാരണം എനിക്കതാ എനിക്ക് മനസ്സിലാകാത്ത സാർ അല്ല ഇത് ആരെ വന്നെന്ന് പറഞ്ഞ? യൂണിഫോം ഇട്ടൊക്കെ മനസ്സിലായില്ല മനുഷ്യ നിങ്ങക്ക്? അത് ശരി. അപ്പൊ കേരള പോലീസിന്റെ യൂണിഫോം ഒക്കെ മാറ്റി കൈലിയും പെരിയനുമാണ്. ആഹാ, താൻ ഇതുവരെ പോയില്ലേ? അപ്പൊ സമയക്രമമൊക്കെ ഉണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഒരുത്തൻ, 12 മുതൽ 2 മണി വരെ ഒരുത്തൻ. നിന്നെ കൊണ്ടല്ലോ കണ്ടോ? ഞാൻ സംശയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിനക്ക്? ഒരു ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി ഓടാനല്ല പറഞ്ഞ, ബാക്കി കൂടെ ഇറങ്ങി ഓടിക്കോളാം. ഇതാണ്ട് എനിക്ക് സംശയം. ആരുടെ ഉള്ള കാര്യം പറയും. അതെ, ഞാൻ പറഞ്ഞില്ല ഒരു കള്ളൻ ഓടി വന്നെന്ന്. ഇയാളാണ് കള്ളൻ. ആണോ? ഇവനാണ് കള്ളൻ? ഓഹോ, അപ്പൊ ഞാൻ കള്ളൻ. എന്നെ വിളിച്ചു വരുത്തി എന്നോട് വിളിച്ചു നിൽക്കാൻ പറഞ്ഞപ്പോ ഞാൻ കള്ളൻ. കള്ളൻ മഹാഭാവി. നിന്നെ ഞാൻ തെറ്റ് പറയത്തില്ല. എവിടെയാണ് എനിക്ക് പാവപ്പെട്ട ഒരു ചെറുക്കനെ വിളിച്ചാത്തിട്ട് സത്യം പറഞ്ഞു കൊടുക്കണം. താൻ കള്ളനല്ലേ? എന്റെ മുന്നേട്ട എന്റെ മോൻ കണ്ട് തോന്നുന്നുണ്ട് ഞാൻ കള്ളനാണെന്ന് തോന്നുന്നുണ്ടോ? കള്ളനാണ് ഞാൻ പറയാൻ മനസ്സിലാക്കിട്ടോ. കള്ളനാണോ? എങ്കിൽ പോലീസിനെ വിളിക്കും. ഇപ്പൊ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കും. എന്താ കാര്യം? പോലീസിനെ വിളിച്ച? പോലീസിനെ വിളിച്ചു. ഒരു മിനിറ്റ്. കുഴപ്പമില്ല. എന്റെ വീട് അല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. എന്റെ വീടാണ്. ഒന്നുമില്ല, കേരള പോലീസാണ്. വിളിച്ചാൽ വെളിപ്പുറത്താണ്. പോലീസിനെ വിളിച്ചു. ഞാൻ വിളിച്ചില്ല, വിളിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഉൾവിളി ഉണ്ടായി സ്റ്റേഷനിൽ ഇരുന്നപ്പോ അങ്ങനെ വന്നു. ഓക്കെ ഓക്കെ. എന്നാലും അതെങ്ങനെ ശരിയാവും? സാർ പെട്ടെന്ന് ഞാൻ വിളിക്കാതെ ചാടി കയറി വിളിച്ചില്ലേ ദീപ്തി കുമാർ? അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ, എന്തായാലും സാറേ വേറെ പ്രശ്നമൊന്നുമില്ല. എന്താണ്? കാരണം ഞാൻ ജോലിക്ക് പോയേക്കുമായിരുന്നു. അതെ. അപ്പൊ എന്റെ ഭാര്യ മാത്രമേ എന്റെ വീട്ടിലുള്ളൂ. ഈ സമയത്ത് ഒരു കള്ളൻ എന്റെ മുറിക്കകത്ത് കയറി ഒളിച്ചു നിന്നു. അതിനാണ് സാറിനെ വിളിച്ചത്. കള്ളനല്ലേ? ഇവൻ പെരുങ്കള്ളനാണ്. എന്നെ തല്ലി. എന്നെ തല്ലി. ഇനി എനിക്കൊരു പരമാർത്ഥമായ ഒരു സത്യം ഇവിടെ വെളിപ്പെടുത്താനുണ്ട്. ഈ നിൽക്കുന്ന സാറും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ വർഷങ്ങളായിട്ട് മാലിയങ്കര കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അഗാധമായ എന്നെ ചതിക്കുന്നു. സത്യമാണോടി പറഞ്ഞ? അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പെൺകൊച്ച് ഇയാൾക്ക് ലവ് ലെറ്റർ എഴുതി മുത്തുക്കാവും. ഇവിടുന്ന് ഒരു മുത്തുക്കാവും അങ്ങോട്ട്, ഇവിടുന്ന് തിരിച്ചൊരു മുത്തുക്കാവും ഇങ്ങോട്ട്. കള്ളാണ്, പച്ചക്കള്ളം. അത്രേ ഉള്ള അതൊന്നും പ്രശ്നമല്ല. അല്ല, ഞാൻ അത് അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ ചെയ്തത്. ഞാൻ പറഞ്ഞൊരു സാധനം ആരെങ്കിലും മേടിച്ച് അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് കൊടുത്തത്. അയ്യോ, മുത്തുക്കാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലേ? ആ റൂമാ ആരുമല്ല, ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു ഉമ്മ, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു ഉമ്മ. ഞാൻ പറയാം. ഒരു 5 ഉമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ആരുടെ ഉമ്മ ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. പ്രശ്നം തീർന്നല്ല, വേറെ പ്രശ്നമില്ലല്ലോ. നീ എന്നെ വഞ്ചിച്ചാണ്. സോറി സാർ, ഞാൻ ആ ബഹളത്തിന്റെ അതാണ് എന്റെ കാമുകിനെ തല്ല. പഴയ കാമുകിയും കാമുകനും കൂടെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ഇല്ല, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. അതിന് മുമ്പ് എനിക്കൊരു മിനിറ്റ് എനിക്ക് സമയം തരണം. എന്താണ്? ഈ സോഫാർ അടിയിലോ അവിടെ എവിടെയിലോ വക്കീലോ വേറെ ജഡ്ജിയോ ആരെങ്കിലും ഡിവൈഎസ്പിയോ ഒക്കെ ഒളിച്ചിരിപ്പുണ്ട്. വരണം. കാരണം പോലീസായി കള്ളനായി ഇനി നിങ്ങളോട് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാം. എന്റെ ദീപ്തി ഒരു സത്യം ഞാൻ എനിക്ക് ജീവിക്കണം. ഞാൻ പറയണമെന്ന് കേക്ക്. അതായത് എന്റെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിച്ചപ്പോൾ ചെറിയൊരു പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് നിങ്ങളുടെ സംശയം കാരണമാണ് ഇവിടെ ഓടി വന്ന കള്ളനെ എന്നെ അവളെ ഒളിപ്പിച്ചത്. സത്യമായിട്ട് നിങ്ങളുടെ അവളെ നല്ലൊരു സ്ത്രീ കൂട്ടുകാരിയാണ്. സാറും വേറെ ഞാൻ ഒരു കിഴങ്ങനാണ്. ഞാൻ ജോലി ഞാൻ കിഴങ്ങനാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. പിന്നെ നിങ്ങളുടെ അധികാരത്തിന്റെ ഗർവോ തോളിലെ നക്ഷത്രങ്ങളെ തിളക്കോ ഒന്നും ഇല്ലാതാണോ സാറി പറയുന്നത്? അതെ അതെ അതെ. ഞാനൊരു കള്ളനായിരുന്നു. എന്നെ സാർ ഓടിച്ചിട്ട് ഞാൻ അങ്ങനെ കയറി വന്നത്. വേറെ ഒന്നും ഇല്ലല്ലോ. ദീപ്തി, നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. ഉണ്ടംപരി മനോജ്. അപ്പൊ നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയല്ലോ. നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയല്ലോ. നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയില്ല. നീ ആ രാത്രിയുടെ പോലീസുകാരൻ ആശുപത്രി നിന്നെ ശരിയാക്കുന്നു. ഞാൻ ഇവിടെയാണ് സാർ. ഓക്കെ നടക്കടാ. ഓക്കെ നിന്നെ ഞാൻ ശരിയാക്കി. ഞാൻ ഒന്നും പറയണ്ടത്. ഓരോ കേസുകൾ നോക്ക്. ഇതാണ് പറഞ്ഞ കണ്ട ഇത്രയും പ്രശ്നങ്ങളായി. ഇത് ഒന്നുമില്ല, നീ ആദ്യം പറഞ്ഞാൽ മതി. ഇത് വരുമ്പോ അവർ ഇവിടെ നിൽക്കട്ടെ, ഞാൻ വരുമ്പോ കാണട്ടെ. നീ അകത്ത് കയറ്റി ഒളിപ്പിക്കുന്നതല്ലേ ഈ വിഷയം? അത് ചേട്ടൻ എന്നെ സംശയിക്കുന്നുണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നേ. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ നിന്നെ സംശയിക്കുന്നില്ല കേട്ടാ. സത്യമാണോ? സത്യമായിട്ടും. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം കൂടെ അറിയണം. ഇനി നിന്നെ തിരക്കി ഒരുത്തനും ഇവിടെ വന്ന് കയറാൻ പാടില്ല. ഓക്കെ ആണോ? ഇനി എന്നെ തിരക്കി ഇവിടെ ആരും വരൂല. സത്യം. ഓക്കെ, എനിക്കതറിയാം. എന്ത് കഷ്ടമാണെന്ന് തോന്നുന്നില്ല. ആകെയാണെങ്കിൽ റേഞ്ചും ഇല്ല. പറഞ്ഞു തീർന്നില്ല. വന്നല്ലോ അടുത്ത മന്മദലീല. ഇവിടെ ഇല്ല റേഞ്ച്. വാ, ഇതാണ് കണ്ടാടി. പറഞ്ഞു തീർന്ന അടുത്ത ആള് വന്ന് കേറി. സമയം കറക്റ്റാണോ എന്തോ. ഹലോ ആരാണ്? മനോരോഗ വിദഗ്ധൻ. നല്ല പേര്. എന്റെ പേര് ദീപ്തി കുമാർ. പിന്നെ കാര്യം പറ. വന്നതിന്റെ പേരല്ല, എന്റെ പേരാണ്. എന്റെ പേരല്ല എന്നാ പറഞ്ഞത്. എന്റെ പേര് ചിഞ്ചിൽ.
എന്നാ പിന്നെ ജിഞ്ചിലും കൊണ്ട് പോകാം, അപ്പൊ അഴിച്ചുകൊണ്ട് നടക്കായിരുന്നു. അതല്ല, എന്നെ മനസ്സിലായില്ലേ? പറഞ്ഞു കൊടുക്ക, എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ലതാ. സുമ എന്റെ ഭാര്യയാണ്. സുമ വിളിച്ചിട്ട് വന്നതാ. അമ്പടി ജിഞ്ചിന്നാക്കടി. കണ്ടാ ഇപ്പൊ കള്ളി വിളിച്ചിട്ട് വന്ന കണ്ണാടി. നീ കള്ളവല്ലേ ഇത്ര നേരം എന്നോട് പറഞ്ഞപ്പോ? നീ വിളിച്ചിട്ടല്ലേ ആ മനുഷ്യൻ കയറുന്ന? നിങ്ങൾ ചൂടാവാതെ ഞാൻ കാര്യം പറയട്ടെ, എന്നിട്ട് ചൂടാവ്. പിന്നെ ആരുടെ ഇവൻ? ചേട്ടന്റെ സംശയരോഗം മാറ്റാൻ വേണ്ടി ഞാനൊരു ഡോക്ടറെ വിളിച്ചതാ. ആ ഡോക്ടർ അയാള്. അപ്പൊ ഇതിന് എന്താ വേണം? കള്ളനായി, പോലീസായി, ഇപ്പൊ ഡോക്ടറുമായി. ഇനിയിപ്പോ ഒരു നേഴ്സിനെ കൂടെ വിളിച്ച് എല്ലാവരോടും ഒരു ക്ലിനിക് അങ്ങ് നടത്തും. അപ്പൊ ഞാൻ ഒരാടൊക്കെ സുഹൃത്തെ, സംശയമാണല്ലേ? എനിക്ക് ഇച്ചിരി ഉണ്ട്. സ്ത്രീകൾ നമ്മൾ സംശയിക്കരുതും. അതായത് ഭാര്യ എന്ന് പറഞ്ഞ അമ്മയാണ്, ദേവിയാണ്, പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ഇതാണ് ഇവിടെയും പ്രശ്നം. ഈ മരം വെട്ടുകാരൻ അറിയാതെ ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിൽ പല കിളികളും അറിയാതെ വന്ന് കൂട് വെച്ചിട്ട് പോകുന്നു. അതാണ് ഇവിടത്തെ പ്രശ്നം. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ഞാനൊന്ന് ടിക്ടോക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മറ്റേ പാട്ടിടാം. പുതുമ്പി കൊറളമാമി അതല്ല, നിങ്ങളെ ഞാൻ ഹിപ്നോട്ടിസം ചെയ്യാൻ പോയി. എന്നെയാ? നടക്കും. ഒരു കാര്യം, ഈ ചെയറിലേക്ക് ഇപ്പൊ തന്നെ ഈ ചെറിയ സാധനം ഞാൻ റെഡിയാക്കി കൊടുക്കാം. വലിയ കാര്യം മാറട്ടെ. ഇപ്പൊ എന്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ ഒന്ന് അപ്പുറത്ത് ഈ ചെറിയ സാധനം ഇപ്പൊ തന്നെ എടുത്ത് കളയാം. അതെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവിയുണ്ട്. ആ ജീവിയെ ഞാൻ ഇങ്ങോട്ട് എടുക്കും. അയ്യോ, അങ്ങനെയാണ് എനിക്ക് 1 GB തരണം. കാരണം എനിക്ക് നെറ്റ് ഉപയോഗിക്കാനാണ്. അതല്ലെന്ന്, നിങ്ങളുടെ ഉള്ളിൽ ഒരു സംഭവം കിടപ്പുണ്ട്. അത് ഇങ്ങോട്ട് പറിച്ചു മാറ്റി നിങ്ങളുടെ സംശയം അങ്ങോട്ട് തീരുകയാണ്. പറിച്ചു മാറ്റാൻ ഇതിനകത്ത് വേരാ മാറ്റുന്ന സമയത്ത് ഇത്ര നേരം റേഞ്ച് ഇല്ലായിരുന്നു. ഈ സമയം വരെ റേഞ്ച് ഇല്ല. വിളിക്കണം ഭാര്യയാണ്. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കില്ല. ഞാൻ തിരക്കിലാന്ന് പറയാം. പേഷ്യന്റ് ഉണ്ട്. പറഞ്ഞേക്ക്. അതായത് ചെറിയ സംഭവം ഇതൊക്കെ ഞാൻ മാറ്റി തരാം. അല്ല ഞാൻ ഇത് പറയാം. ഹലോ മാഡം, സാറ് തിരക്കിലാണെന്ന് പറയാൻ പറഞ്ഞു. അതാണ് ഞാൻ എൻ്റെ ഒരു അത്യാവശ്യത്തിന് വന്നായിരുന്നേ. മാഡം എവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നേ? അത് ശരി. അപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ചുണ്ടൊക്കെ തടിച്ച് ഇവിടെ ഒരു മറുകുള്ള അതാ അച്ചേച്ചിയല്ലേ? എനിക്ക് തോന്നുന്നു അവിടെ വർക്ക് ചെയ്യുന്ന അച്ചേച്ചി. ഞാൻ ഒരു ദിവസം ബൈക്ക് സ്റ്റാർട്ട് ആകുന്ന കിക്കർ അടിച്ച് തന്നിട്ടുണ്ട്. ഓർമ്മ വേണ്ട? എൻ്റെ നമ്പർ 9946278182 ആണ്. നമുക്ക് എന്നാ ഒന്ന് കാണണ്ടേ? അല്ല, ചേച്ചി ചോദിച്ചു വെറുതെ ഇരിക്കും എവിടെ കാര്യങ്ങളൊക്കെ. ചേച്ചി ചോദിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കൊടുക്കും. അല്ല, ഞാനത് പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോഴാ പറഞ്ഞു. നമ്പർ കൊടുത്തെന്തിനാ? എന്നോട് ചോദിച്ചു. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. ഹലോ, എന്തിനാ നമ്പർ കൊടുത്തത്? ഏത് പാലത്തിന് അടിച്ചല്ലാന്ന് പറഞ്ഞു? അത് ശരി, ഞാനില്ലാത്തപ്പോ വേറെ ആളെ വിളിച്ചങ്ങോട്ട് എടുത്തേക്കണം അല്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം. എത്ര നേരം നിന്നെ വിളിക്കാറുണ്ട്? അപ്പോഴൊക്കെ കോൾ വെയിറ്റിംഗ്. ഇതാരായിട്ട് നീ വിളിക്കണം? ഇന്നൊന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നീ, രണ്ടിലൊരാൾ മതി. മനസ്സിലായാ? ഞാൻ അങ്ങോട്ട് പറ്റും കേട്ടോ. അങ്ങനെ വിട്ടാ ശരിയാവുക. അങ്ങനെയാണെങ്കിൽ നമ്മളെന്ന് കൊല്ലും ഞാൻ കേട്ടാ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, അറിയാല്ല, സംശയം നല്ലതല്ല. ഭാര്യ ഒരിക്കലും സംശയിക്കണം. ആദ്യം വീട്ടിൽ പോയി അങ്ങ് തീർക്കാം, എന്നിട്ട് എന്റെ തീർക്കാമ കേട്ടാ. എന്റെ വീട്ടിലെ കാര്യം ഇവിടെ നിന്ന് ആ ചുപ്ലാഞ്ചാടി ഞാൻ കടിച്ചങ്ങോട്ട്. ഇത് കണ്ട എല്ലാവർക്കും സംശയമാണ്. ഇത് എന്നെ മാത്രം കുഴപ്പമില്ല, ഈ ലോകത്തുള്ള സകലമായ ആണുങ്ങൾക്കും പെണ്ണുങ്ങളെ സംശയമാണ്. അത് അതിന്റെ കാര്യങ്ങളെടുത്ത് പുള്ളിയുടെ കേസ് കണ്ട. അതല്ലാതെ എന്റെ ഒന്നുമല്ല. ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ എന്റെ സംശയം മാറ്റാൻ വേണ്ടിട്ടല്ലേ ഈ ഡോക്ടറെ ഒക്കെ വിളിച്ചു വരുത്തി ഇത്തരം പ്രശ്നങ്ങളായത്? ഞാൻ അതിനു വേണ്ടിട്ട് കഷ്ടപ്പെടുന്നേക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇന്ന് പോലും ഞാൻ നിന്നെ സംശയിക്കുന്നില്ല. സത്യമാണോ? ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഓക്കെ, മനസ്സിലായാ? ഇപ്പൊ ചോറെടുത്ത് എല്ലടി ചെന്ന് ചോറെടുത്ത് വെക്ക്. എന്ത് കാര്യം? ആരാണ് ഇവിടെ മാറിയത്? അങ്ങോട്ട് മാറി ആര്? അയ്യോ, അത് കർത്തനാ ചേട്ടാ. സത്യം പറയടി, കർത്തനാണോ തൊട്ടപ്പുറത്ത് മാർത്തിനാണോ?